മൂസക്കുട്ടിയെ പുറത്തൊന്നും പോയില്ലേ? എവിടെയും പോയിട്ടില്ല. കാര്യം ഇരിക്ക്. എന്താ എനിക്ക് പറ്റി മൂസക്കുട്ടിയെ? ഞാൻ കോയക്കുട്ടിക്ക് കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. ഓൻ്റെ മോളെ കല്യാണമാണ്. ആ ഒരു വിഷമത്തിലാണ് ഞാൻ. ഇത് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം എന്ത് കാണാനാ മണിയെ? ഇജ്ജ് തരുമോ? എവിടുന്നാ മൂസക്കുട്ടിയെ? എന്റെ അവസ്ഥ എനക്ക് അറിയില്ലേ? ഒരു ലോണും എടുക്കാൻ പറ്റാതായി. അപ്പൊ എന്റെ ആധാരം എവിടെ? അത് ബാങ്കിലാണ്. എൻ്റെ മൂത്ത മോളെ കെട്ടിച്ചപ്പോൾ കുറച്ച് ലോൺ എടുത്തതാണ്. എന്താ മൂസക്കുട്ടി, സുഖം തന്നെയല്ലേ? കണ്ട കാലൊക്കെ മറന്നല്ലോ. അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണു ബാബുവേട്ടാ. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? മനസ്സിലായില്ലല്ലോ. എനിക്ക് കുറച്ച് പൈസ വേണം. അതെന്താടോ പൈസക്ക് ഇത്ര പെട്ടെന്നൊരാവശ്യം? ഞാൻ കോയക്കുട്ടിക്ക് കുറച്ച് കാശ് കൊടുക്കാണ്ട്. ഓൻ്റെ മോളെ കല്യാണമാണ്. ഓനത് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇജിപ്പോ വന്നത് നന്നായി. നാളെ ഞാൻ മദ്രാസിക്ക് പോവാണ്. ഇപ്പൊ എനിക്ക് എത്ര പൈസ വേണ്ടത്? ബാബുവേട്ടാ, ഒരു 3 ലക്ഷം ഉറുപ്പ്യ വേണം. ഏതായാലും പൈസ ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരട്ടെ. തിരിച്ചോ 2 മണിക്കുണ്ട്. വാ. വളരെ നന്ദിണ്ട് ബാബുവേട്ടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? അത് മനുഷ്യന് ഉപകരിക്കണം. ഇജ്ജ് പൈസ ചോദിച്ചു, ഞാൻ അനക്ക് തന്നു. ബാബുവേട്ടാ, ഞങ്ങളെ പെരിയിലവിടെ പോയി, നിങ്ങളവിടെ കണ്ടില്ല. പ്രത്യേകിച്ച് എന്തേ കോയക്കുട്ടി? എൻ്റെ മോളെ കല്യാണം അടുത്ത മാസം 10-ാം തീയതിയാണ്. അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. പത്താം തീയതി രാവിലെ ഞാൻ മദ്രാസിക്ക് പോകും. ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വാ. ആയിക്കോട്ടെ ബാബുവേട്ടാ. എന്നാ ശരി ബാബുവേട്ടാ. മാണിയെ, എന്തൊക്കെ ഉണ്ടായത്? കോയക്കുട്ടിക്ക് പൈസ കൊടുത്തോ? ഇതിന്റെ കാര്യം ഇരിക്ക്. പൈസ ഒക്കെ എവിടെ കിട്ടി? അതൊന്നും പറയണ്ട, അതൊക്കെ കിട്ടിയടോ. ഞാൻ നേരിട്ട് ബാബുവിൻ്റെ അടുത്ത് പോയി.
ബാബുവിനോട് എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ബാബു ഒരു 3 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തന്ന്. അത് ഞാൻ നേരിട്ട് കോയക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുകൊടുത്ത്. ഇപ്പൊ കുറച്ച് മനസ്സമാധാനമായി. അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നമ്മൾ ബേജാറായിട്ട് ഒരു കാര്യമില്ല, എല്ലാം നമുക്ക് ദൈവത്തിനോട് പറയാം. ബാബു ആ തന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. ഒരിക്കലും മറക്കൂല ഞാൻ ആ സഹായം. മരണം വരെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടാവും അത്, ആ സഹായം ചെയ്തത്.